അപ്പൊ സെക്സ് വർക്കിന് ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവരുടെ അടുത്ത് ആൾക്കാർ വരുന്നുണ്ട്, നിൽക്കുന്നു. സെക്സ് വർക്ക് അവന്മാർക്ക് അതിനോട് ഇഷ്ടം കൊണ്ട് നിൽക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച് അന്ന് തന്നെ അമ്മ വലിയച്ചില്ലേ അലമാരിക്കകത്തുനിന്ന് ഒരു ഡസൻ സാരി എടുത്തിട്ട് പറഞ്ഞ് എന്നിട്ട് നീ കൊണ്ടുപോകും. ആരും കൊതിക്കുന്ന ഒരു നിമിഷമാണ് സത്യം. പിന്നെ അവരിത്രയും നാൾ എന്നെ വളർത്തിയതുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ച് കളയാലും അവർക്ക് തോന്നില്ല. 1.5 വയസ്സ് എന്തായാലും കൊണ്ടുവന്ന് വളർത്തി ഇത്ര ആക്കിയതല്ലേ. ഒരു പക്ഷെ അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ ചേർത്ത് പിടിക്കുമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള നിമിഷം ഉണ്ടായി. അമ്മയില്ലാത്തതിന്റെ ഒരു ഇത് വേറെ ഇല്ല. ഫസ്റ്റ് ടൈം ഒക്കെ ഇറങ്ങുന്ന സമയത്ത് എന്തോ ഒരാൾക്കാരുടെ അടുത്ത് കിട്ടിയ അടി ഇടി വരെ കിട്ടിയ വേറെന്തോ അഫെയറും കൂടെ അതായിരുന്നു. കിട്ടില്ല, കെട്ടാനല്ലായിരുന്നു അവരുടെ ഉദ്ദേശം, കെട്ടലല്ല. എനിക്ക് മനസ്സിലായി. ഇവൻ ഇപ്പൊ എങ്ങനെയാ, സിംഗിൾ ആണോ അതോ റെഡി ടു മിംഗിൾ ആണോ? ഹായ്, ഹലോ, നമസ്കാരം. ഏവർക്കും ഇൻഫ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് 2 സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. നമുക്ക് വെൽക്കം ചെയ്യാം ഉണ്ണിമായ ചേച്ചി ആൻഡ് സനിക ചേച്ചി. വെൽക്കം ടു ഇൻഫ്രീം മീഡിയ. ആദ്യമേ തന്നെ ഞാൻ ഉണ്ണിമായ ചേച്ചിക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരാണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ? അടിപൊളിയായിരുന്നു. ഞാൻ ചോദിക്കാണ്, നിങ്ങൾ എങ്ങനെ, ഞാൻ നോക്കുമ്പോ ഞാൻ കണ്ടിരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾ ഒരുമിച്ചാണ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെ കമ്മ്യൂണിറ്റി രീതിയില് ഞങ്ങൾ ചേച്ചി അനിയത്തിയാണ്. ആണല്ലേ? ഇത് ആരാ ചേച്ചി, ആരാ ചേച്ചി കമ്മ്യൂണിറ്റി ബന്ധമായിട്ട് നമ്മള് കസിൻസ് ആണ്. അങ്ങനെയാണ്. അതെ അല്ലേ? ഇന്നു മുതൽ അപ്പൊ നിങ്ങളുടെ ഒരു പ്രയാണം സ്റ്റാർട്ട് ചെയ്തത്? ഒരു കൊല്ലം, ഒരു വർഷം. ഓക്കെ. ചേച്ചിയുടെ പണ്ടുള്ള നെയിം രാജേഷ് എന്നാണ്. ചേച്ചിയുടെ എന്താണ് പേര്? എന്റെ ആദ്യത്തെ പേര് മിർഷാദ് എന്നായിരുന്നു അല്ലേ? നമുക്ക് ആ 2 കുട്ടികളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. ആരായിരുന്നു രാജേഷ്? നല്ല രീതി വീട്ടിലൊക്കെ ആൺകുട്ടിയായിട്ട് തന്നെയായിരുന്നു പഠിച്ച്. പിന്നെ ജോലി, ഞാൻ എത്ര 22 വയസ്സൊക്കെ ആയപ്പോഴാണ് ഇങ്ങോട്ട് കമ്മ്യൂണിറ്റിയിലോട്ട് ഇറങ്ങണത്. അതുവരെ നല്ല രീതിയിൽ തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് കുറെ പ്രയാസങ്ങളുണ്ട്. അങ്ങനെ ആയിരുന്നു. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് 1.5 വയസ്സിൽ വല്യംച്ചിയുടെ വീട്ടിലാണ് നിന്ന് വളർന്നത്. അവിടുന്ന് വളർന്ന് അവിടെ 2 ചേച്ചിമാരും അവരുടെ ഒത്ത് തന്നെയാണ് വന്നത്. അപ്പം ഇടയ്ക്ക് വെച്ച് ഇങ്ങനെയൊക്കെ ഓരോന്ന് തോന്നാറുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പറയാൻ പേടിയാണ്. വീട്ടിലെങ്ങനെ അവതരിപ്പിച്ച ഇത് ഭയങ്കര പ്രശ്നമാവോ എന്ന് ആദ്യമൊക്കെ പേടിയായിരുന്നു. എനിക്ക് മാത്രം ഉള്ളതാണ്, നമുക്ക് കമ്മ്യൂണിറ്റിയെ പറ്റിയോ ഇതിനെ പറ്റിയോ ഒന്നും അറിവില്ല, നോർമലി അറിവില്ല. അപ്പൊ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് പേടിയാണ്, എനിക്ക് മാത്രം ഉള്ളതാണോ, ആരുടെ അടുത്തും പറയാനും വയ്യ. അങ്ങനെയൊക്കെ കുറെ ആയി. പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്കൊക്കെ ഇറങ്ങി മൊബൈലൊക്കെ കിട്ടി തുടങ്ങിയപ്പോഴാണ് ഞാൻ സെർച്ച് ചെയ്ത് തുടങ്ങിയത് കമ്മ്യൂണിറ്റി ഇതായിട്ട്. അപ്പൊ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ കണ്ട് അങ്ങനെ സംസാരിച്ച് ഒക്കെ ആയി. പിന്നെ ഒരു ധൈര്യം വന്നപ്പോഴത്തേക്ക് വീട്ടിൽ പറഞ്ഞു. ആദ്യമൊക്കെ എതിർപ്പൊക്കെ ആയിരുന്നു. വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര ഷൗട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. ചേട്ടനൊക്കെ ഭയങ്കരമായിരുന്നു. അത് കഴിഞ്ഞ് സാരമില്ല, എൻ്റെ ഐഡന്റിറ്റി ആണ് എനിക്ക് വേണ്ടത് എന്ന് വിചാരിച്ച് എല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പം ഓക്കെയാണ്. ഇപ്പം വീട്ടിൽ തന്നെയാണ്. ചേട്ടനും ഫാമിലി ഒക്കെ ആയിട്ട് ഇപ്പം അടിപൊളിയായിട്ട് പോകുന്നല്ലേ? ഓക്കെ. ചേച്ചിയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. വീട്ടുകാര് അക്സെപ്റ്റഡ് ഒന്നുമല്ല, ഇപ്പോഴും അക്സെപ്റ്റഡ് അല്ല. കുഞ്ഞിലെ ഞാൻ ഇറങ്ങിയെന്ന് വെച്ചാൽ ഒരു 12 വയസ്സിലൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഒരു 12 വയസ്സിൽ ഇറങ്ങി കഷ്ടപ്പെട്ട് കുറെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ജോലിയും ചെയ്ത് കുഞ്ഞിലെ ജോലിക്കൊക്കെ പോകാറുണ്ട്, ചെറിയ ജോലികളൊക്കെ പോകാറുണ്ട്. പിന്നെ പോയി ഇറങ്ങി പിന്നെ ഒരു 15 വയസ്സിലെങ്ങാണ്ട് വീട്ടിൽ തിരിച്ചു പോയി. പിന്നെ വീട്ടിൽ തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന്. അന്ന് നമുക്കിത് ഇതേപോലെ തന്നെ പറയാൻ പറ്റത്തില്ല വീട്ടില്. പിന്നെ പറഞ്ഞാൽ കുറച്ച് ഉള്ള ഏരിയ, മലപ്പുറം ജില്ലയിലാണ്, ഉള്ള ഏരിയ ആണ്, പറയാൻ പറ്റത്തില്ലായിരുന്നു. വീട്ടുകാരുടെ ഇടയിൽ ഞാൻ ആണായിട്ട് നടക്കുമായിരുന്നു. നമുക്ക് മനസ്സിലുള്ളത് ഇവരുടെ പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കുഞ്ഞിലെ തന്നെ ആണായിരുന്നപ്പോഴേ വലിയ ഇഷ്ടമല്ല വീട്ടില്. അതെന്താ കാര്യം?
അത് അവരവരുടെ ഇതായിരിക്കും. അവർക്ക് വീട്ടുകാർക്ക് അത്ര ഒരു വീട്ടില് പിന്നെ സിബ്ലിങ്സ് ആരായിരുന്നു ഉണ്ടായിരുന്നത്? വീട്ടില് ഉമ്മ മാത്രമേ, മുസ്ലിം ഫാമിലിയാ. ഒറ്റ മോനായിരുന്നു, എന്നിട്ടും അങ്ങനെയായിരുന്നു അല്ലേ? വീട്ടില് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ച് പ്രശ്നമായിരുന്നു. പിന്നെ ഞാൻ അത്ര മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി തന്നെ ജീവിച്ചുകൊണ്ടിരുന്നു. ആ ചെറുപ്പം തൊട്ട് ഞാൻ ഇപ്പോഴും എൻ്റെ കാര്യം നോക്കി ഞാൻ തന്നെ ജീവിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞോട്ട് എൻ്റെ 10ാമത്തെ വയസ്സിലെങ്ങാനാണ് ഉമ്മാന്റെ ഉമ്മ മരിക്കുന്നത്. അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ടു, നല്ലപോലെ കഷ്ടപ്പെട്ടു. അതുവരെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഉമ്മാന്റെ ഉമ്മയായിരുന്നു. അതിൽ 10 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഉമ്മമ്മ മരിക്കുന്നത്. മരിച്ചതിന് ശേഷം ഞാൻ ഫുള്ള് കഷ്ടപ്പെടുത്തത്. ഒറ്റപ്പെടലായിരുന്നു അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? ആ ഒരു കുഞ്ഞിന്റെ ഒരു എല്ലാരും കെയർ ചെയ്യേണ്ട കാലം എന്ന് പറഞ്ഞാല് അത്രയും ഒരു 10 വയസ്സ് വരെ ആ ഒരു ടൈമിലാണ്. സമയത്ത് വീട്ടിലുമ്മ മാത്രമുള്ള ഉമ്മ രാവിലെ ജോലിക്ക് പോകും. പിന്നീട് വന്നു കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങൾക്ക് ഞാൻ നിൽക്കുന്നു. രാവിലെ ആയാലും എന്റെ കാര്യം നോക്കി നിൽക്കുന്നു. അന്നൊന്നും ഈ കാര്യം കൊണ്ട് സ്കൂളിൽ പോയാലും മടിയായിരുന്നു. കാരണം ഓരോരുത്തരെങ്കിലും നമ്മളെ കാണിച്ചു കൂട്ടില് കാണുമ്പോൾ കുഞ്ഞിലേ തൊട്ട് നമ്മളൊരു കളിയാക്കലുണ്ടല്ലോ. അത് ഞാൻ സ്കൂളിൽ കുറെ പോവാണ്ടിരുന്നിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഇരിക്കും. ഉമ്മ ജോലിക്ക് പോവല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കും. വീട്ടിൽ ഇരിക്കും, സ്കൂളിൽ പോകത്തില്ല. വൈകുന്നേരം എന്ത് സ്കൂളിൽ പോയോ? ഞാൻ സ്കൂളിൽ പോയി എന്ന് അവിടെ ഇരിക്കും. അങ്ങനെ വരുന്ന സമയം 6 മണി 7 മണിയൊക്കെ ആവും വീട്ടിൽ വരാൻ. അങ്ങനെ കുറെ കുഞ്ഞിലേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. അതെ. അപ്പൊ ഉമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അച്ഛനെ ഞാൻ ജനിച്ചിട്ട് കണ്ടിട്ടൊന്നുമില്ല. കേട്ടറിവാണ്. എന്നെ 6 മാസമായിട്ടുള്ള സമയത്ത് പോയതാ അറിയത്തില്ല എന്നാണ്. എനിക്കറിയത്തില്ല അത് എങ്ങനെയൊക്കെയാണെന്നൊന്നും. നമുക്ക് അറിഞ്ഞു തന്ന കാര്യങ്ങളെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പൊ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ 15ാമത്തെ വയസ്സിലെങ്ങോ. അപ്പൊ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അന്വേഷിച്ച കാര്യങ്ങളൊന്നുമില്ലേ? സാധാരണ ഒരു മിസ്സിംഗ് കേസ് ആകുമ്പോ നമ്മൾ അന്വേഷിക്കുമല്ലോ, അങ്ങനെയൊന്നും ആരും ചെന്നില്ല? അങ്ങനത്തെ ചിന്തയില്ല. ഓൾറെഡി ഞാൻ വരും പോകും, വീട്ടിൽ കുടുംബക്കാരെ വീട്ടിൽ പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അവർക്ക് പിന്നെ നമ്മൾ അത്ര താല്പര്യമില്ലാത്തോണ്ട് നമ്മൾ അത്ര പോകുന്നത്. അവരെ ഞാനും ബുദ്ധിമുട്ടിക്കുന്നില്ല, അവരിപ്പോ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. ഇപ്പൊ രണ്ടുപേരും സർജറി കഴിഞ്ഞോ? ഇല്ല, സർജറി കഴിഞ്ഞില്ല. എന്റെ ഹോർമോൺ 2 കൊല്ലം ആയിട്ടേ ഉള്ളൂ. ഞാൻ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞു പോയിട്ട്. അപ്പൊ 1 വർഷം നമുക്ക് ഹോർമോൺ ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അത് കണ്ടിന്യൂ ആയിട്ടിരുന്നു. ഉടനെ തന്നെ സർജറി വരും അല്ലെ? ചേച്ചി എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്? ഓക്കെ, രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ശരിക്കും. എന്താ പറയാ, നല്ലോണം അണിഞ്ഞൊരുങ്ങി വന്നേക്കുന്നു അല്ലേ? നല്ല ഭംഗിയുണ്ട്, കണ്ണേട്ട് അതിരിക്കട്ടെ. ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ് ലൈഫ് പോകുന്നത്? ഇപ്പൊ വീട്ടില് അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു, എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ പ്രോബ്ലം ഒക്കെ ഉള്ളായിരുന്നു. ആദ്യമേ പറഞ്ഞപ്പോ ചേട്ടന്റെ കല്യാണമൊക്കെ സമയമായിരുന്നു. അതേ ഉള്ളൊരു സങ്കടമായിട്ടാണ്. ഞാൻ ചേട്ടന്റെ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. അവൻ വിളിച്ചൊന്നുമില്ല. ഇങ്ങനെ കമ്മ്യൂണിറ്റിയിലോട്ട് ഇറങ്ങിയതുകൊണ്ട് അവന് കാണണ്ട, അവന്റെ കല്യാണത്തിന് സഹകരിക്കുന്നു അറിയിച്ചു പോലും ഇല്ല. അതിന്റെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അവന്റെ കൂടെ തന്നെയാണ്. ഇപ്പൊ അവനൊരു കുട്ടിയായി. ഫസ്റ്റ് കുട്ടിയാവുന്നത് വിളിച്ചറിയിക്കുന്ന തന്നെയായിരുന്നു. അത് വലിയൊരു ഫസ്റ്റ് വിളിച്ചറിയിക്കുന്ന തന്നെയായിരുന്നു. അപ്പൊ ഇപ്പൊ ചേട്ടത്തിയും കൊച്ചും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു വീട്ടിൽ തന്നെയാണ്. അതെ. ഇപ്പോ ആ ഒരു സമയത്ത് ഇങ്ങനെ ആരോടും പറയാതെ നമ്മുടെ ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയം ഇല്ലേ, നമ്മുടെ ഉള്ളിൽ എത്രയും വിങ്ങലുണ്ടെങ്കിലും പുറത്തത് കാണിക്കാൻ പറയാതെ എങ്ങനെയായിരുന്നു ആ സമയം? ഭയങ്കരം തന്നെയാണ്. വിചാരിച്ചാൽ നമ്മള് അഭിനയിക്കുവാണ്. വിചാരിച്ചാ വീട്ടുകാരിപ്പൊ ചെറുതായിട്ട് നടത്തിയാല് ഒരുവിധമൊക്കെ ഞാൻ മാനേജ് ചെയ്ത് നിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മള് പെണ്ണായിട്ട് അങ്ങോട്ട് നടക്കുമ്പോ ഓരോരുത്തർ കളിയാക്കും, ഇഷ്ടംപോലെ കളിയാക്കും. എന്റെ കൂട്ടുകാരൊക്കെ കളിയാക്കലും ഇതൊക്കെ. അപ്പൊ നമ്മൾ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ആരോടും പറയാൻ പേടി. ഞാൻ നേരത്തെ പറഞ്ഞു പറയാൻ പേടി എന്ന് വിചാരിച്ചാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏതാണെന്ന് അറിയാൻ വയ്യാത്ത ഒരു ഇതാണ്. ഭയങ്കര സങ്കടമായിരുന്നു. വീട്ടുകാരില് ഇങ്ങനെ നടക്കുമ്പോ പറയും, നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? എനിക്ക് കൂട്ടുകാർ കൂടുതലും പെൺപിള്ളേരാണ്. ആൺപിള്ളേരായിട്ട് അധികം കൂട്ടേ ഇല്ല. വീട്ടിൽ ഞാൻ വളർന്ന വല്യമ്മച്ചിയുടെ വീട്ടിലായതുകൊണ്ട് അവരൊരു ഇതുണ്ട് എന്ന് വെച്ചാൽ ഞാൻ അധികം പുറത്തോട്ടൊന്നും വിടില്ല. നോർമലി പുറത്തോട്ടൊന്നും വിടില്ല. വീട്ടിൽ തന്നെ ആയിരിക്കും എപ്പോഴും. ഞാൻ പിള്ളേരുമായിട്ട് കളിക്കാനോ എടുക്കാനോ ഒന്നും വിടില്ല. ഉണ്ടെങ്കിൽ തന്നെ വീട്ടില് പെൺപിള്ളേരായിരിക്കും. അതിലത്തേക്ക് പെൺപിള്ളേരായിരിക്കും വരുന്നത്. അവളുമാരുമായിട്ടൊക്കെ നിന്ന് കാര്യം പറഞ്ഞ് അമ്പലം അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അതിന്റെ ഒക്കെ ഉള്ളു. പിന്നെ ഇങ്ങനെ പറയണം എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നത് ആണായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഒരു ഡ്രസ്സ് എടുത്ത് ഇടുന്നു. ആണിന്റെ ഡ്രസ്സ് എടുത്ത് നമ്മൾ ഇടുന്നു, അത്രേ ഉള്ളൂ. നമ്മുടെ മനസ്സ് ഫുള്ള് പെൺപിള്ളേർ പോലെ. പെൺപിള്ളേർ അവിടെ ഒരുങ്ങി നടക്കുമ്പോൾ നമുക്കും ഇതേപോലെ ഡ്രസ്സ് ചെയ്യണം, അങ്ങനെയൊക്കെ. പിന്നെ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോഴൊക്കെ ചേച്ചിമാരുടെ ഡ്രസ്സും ഇതൊക്കെ ഷോളും ഒക്കെ എടുത്ത് ചുറ്റിലും ഡാൻസ് കളിയൊക്കെ ആയിരുന്നു.
ഇപ്പൊ ഞാൻ മേരിക്കുട്ടി എന്ന് പറഞ്ഞ ജയസൂര്യ ചേട്ടൻ അഭിനയിച്ച ഒരു സിനിമയുണ്ട്. അത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു വ്യക്തി അനുഭവിക്കുന്ന വേദനകൾ എന്നൊക്കെ. അപ്പൊ അതേപോലെ ഇപ്പൊ ആ സിനിമയിൽ തന്നെ ഒരു പാട്ടിൽ കാണിക്കുന്നുണ്ട്, പൊട്ടെടുത്ത് കുത്തുമ്പോ സാരി എടുക്കുമ്പോ അച്ഛൻ വന്ന് തല്ലുന്നത്. അങ്ങനത്തെ അനുഭവം അങ്ങനത്തെ അനുഭവം എന്തായാലും വന്നിട്ടില്ല. വീട്ടിൽ ആരും ഇല്ലാന്ന് ഉറപ്പ് വരുത്തി. വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ധൈര്യത്തോടെ ചെയ്തു. എന്റെ സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി, ഒരു വൈറൽ വീഡിയോ ഞാൻ ചെയ്തു. ഞാൻ പറയാം കല്യാണം വീഡിയോ അല്ലേ? അതാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് എടുത്തൊരു തീരുമാനമായിരുന്നു. ഇസത്തിന്റെ പേജ് വിളിച്ച് ഇത് എനിക്കൊരു ഇതുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഓക്കെ ആണ്, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് രണ്ടും കൽപ്പിച്ച് ചെയ്ത് അപ്പം കുറെ വീട്ടിലും ബന്ധുക്കാരും ഒക്കെ ഭയങ്കര വിഷയമായിരുന്നു. നാട്ടുകാരൊക്കെ എന്താ ഇങ്ങനെ അങ്ങനെ ചോദിച്ചു കുറെ. ഞാൻ പറഞ്ഞു എന്റെ ഇഷ്ടമാണ്, ഞാൻ എന്ത് ചെയ്യണം. അപ്പോഴാണ് എനിക്ക് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ കൂടെ കുറെ മോശമായ കുറെ കമന്റുകൾ വന്നു, പോസിറ്റീവായിട്ട് കുറെ കമന്റുകൾ വന്നപ്പോ ഞാൻ വിളിച്ചു പോസിറ്റീവ് കുറെ വന്നില്ല. അപ്പൊ വീട്ടുകാർ എല്ലാരും ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ ഇഷ്ടമാണ്, ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന്. അങ്ങനെ ഒരു ഉറച്ചൊരു തീരുമാനം അന്ന് കിട്ടി. അതിൽ നിന്ന് പിന്നെ ഞാൻ ഇങ്ങോട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എല്ലാരും പയ്യെ ഓരോന്നും അറിയും. ഷൂട്ടിന് ഇടയ്ക്കിടയ്ക്ക് ഇതെനിക്ക് വിളിക്കാറുണ്ട്, അപ്പൊ അതിന് ഇങ്ങനെ ചെയ്യും. അപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയ ഫുൾ ഒരു ഇതിങ്ങനെ ഫോട്ടോസ് ഒക്കെ വന്നപ്പോ ഭയങ്കരമായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ ഇഷ്ടമാണ്, നിങ്ങളാരും അത് ആക്കണ്ട എന്നൊക്കെ പറഞ്ഞു മുൻപോട്ട് പോയി ധൈര്യത്തോടെ ഐഡന്റിറ്റി ഒക്കെ പറഞ്ഞു. അതെ. അപ്പൊ എന്ന് മുതലായിരിക്കും ഞാൻ ഇങ്ങനെയാണ് എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടാവുക? നമുക്കൊരു നമുക്കൊരു ഓർമ്മ വെച്ച് തുടങ്ങുമ്പോഴേ നമുക്ക് ഇത് തോന്നും. എന്ന് വെച്ചാൽ നമുക്ക് ആണുങ്ങളോട് ആയിരിക്കും ഇൻട്രസ്റ്റ്, പെൺപിള്ളേരോടൊന്നും തോന്നില്ല. നമുക്ക് ആണുങ്ങളെ പോലെ ഒന്നും നടക്കാനോ, നമുക്ക് കൺവേഴ്സ് ഇട്ടാലും ഇതെനിക്ക് പൊട്ടു ഉണ്ടാലും നമുക്ക് ഭയങ്കര ഇതാ. ഇപ്പൊ ഉത്സവപ്പറമ്പിൽ പോയാല് ആൺപിള്ളേരാണെങ്കിൽ കാറും അതൊക്കെ, നമ്മൾ ഈ പൊട്ട് വള അങ്ങനത്തെ സാധനങ്ങളിലോട്ടായിരിക്കും ആദ്യമേ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടുണ്ടാവില്ലേ, ഈ ചട്ടി ഇതൊക്കെ അരിയും കൂട്ടാൻ അതൊക്കെ നമുക്ക് കണ്ടുപോവാം. ആ സമയത്തൊക്കെ നോക്ക മേടിക്കാൻ പറയുമ്പോ എന്താ പെൺകൊച്ചുങ്ങ ഈ ഒരു സംസാരം വരും. അന്നൊക്കെ നമ്മൾ അത് ആഗ്രഹിച്ച് നടന്നൊരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ നമുക്കൊരു ഓർമ്മ വെച്ച കാലം തൊട്ടേ നമുക്ക് ഇങ്ങനെ തോന്നും. അപ്പൊ ഇത് ആദ്യമായിട്ട് ആരോടായിരിക്കും തുറന്നു പറഞ്ഞേ? ഞാൻ ഫസ്റ്റ് പറയാൻ എന്റെ വീട്ടുകാരോട് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് റെസ്പോൺസ്? ആദ്യം ഭയങ്കര എതിർപ്പൊക്കെയായിരുന്നു. ചേച്ചിമാരെ വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ചേച്ചിമാർക്ക് പിന്നെ സ്വന്തം ചേച്ചിമാര് വല്യമ്മച്ചിര, എനിക്ക് സ്വന്തമായിട്ട് ചേട്ടൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഞാൻ വല്യമ്മച്ചിയുടെ വീട്ടിൽ, അമ്മ 1.5 വയസ്സിൽ മരിച്ച്, അങ്ങനെ വല്യമ്മച്ചിയാണ് എന്നെ കൊണ്ടുവന്നത്. വല്യമ്മച്ചി വല്യച്ഛനും അവിടെ 2 അച്ഛനമ്മയെന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. 2 ചേച്ചിമാർ അവരുടെ കൂടെ നിന്നാണ്. അപ്പൊ ചേച്ചിമാരുടെ അടുത്താണ് ഞാൻ ഫസ്റ്റ് പറയാൻ. അവർക്ക് ഒരുവിധം കാര്യം മനസ്സിലായി. അതുകൊണ്ട് വലിയ ഷൗട്ടിങ് ഒന്നും ഇല്ല. എന്നാലും അവർ തിരിച്ചു പോവാ അങ്ങനെയല്ല കുറെ പറഞ്ഞു. പിന്നെ എന്റെ കൂട്ടുകാരന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞത്, അവന്മാര് പറഞ്ഞു കുഴപ്പമില്ല. എന്റെ സോജൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ, അവനിരിക്കെയാണ് ഞാൻ വീട്ടുകാരെ വിളിക്കുന്നത്. അവൻ പറഞ്ഞു നീ ധൈര്യത്തോടെ വിളിക്ക്, സംസാരിക്ക്. അങ്ങനെ വിളിച്ച് സംസാരിച്ച് വീട്ടിൽ പറഞ്ഞു. ആദ്യമേ ഇതെനിക്ക് എതിർപ്പും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ സംസാരിച്ച് ഇപ്പൊ ഓക്കെയാണ്. ചേച്ചി ആരോടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കാം? ഞാനത് ആരോട് പറഞ്ഞിട്ട് നാട്ടില് പറയാൻ വേണ്ടിട്ട്, ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് ആകെ ഒരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നാട്ടില് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, അവന് മാത്രമേ അറിയത്തുള്ളൂ. ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പോവാ എന്നുള്ള, ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്നവരെ അറിയുന്ന അവന് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ അവന്റെ അടുത്ത് ഞാനിങ്ങനെ മാറും എന്നുള്ളൊരു ക്യാരക്ടർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ അങ്ങനെയാ. പണ്ട് ഞാൻ പോയി അങ്ങനെ ഇറങ്ങിയ സമയത്ത് വേഷം മാറി നടക്കുന്ന തട്ടിപ്പറിക്കാൻ നടക്കുന്ന ആൾക്കാരെന്നാ ഞങ്ങൾക്കവിടെ ഇങ്ങനെ എല്ലാ ഏരിയയിലെ ആൾക്കാരെ പറയുന്നത്. തട്ടിപ്പറിക്കാനും പിടിച്ചു പറിക്കും നടക്കുന്ന ആൾക്കാരാ എന്നാണ് പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാറ്റഗറി മാറി കിട്ടോ. ഇപ്പോ അതിൽ ചെന്ന് പോയാലും വീട്ടിലൊന്നും പോയിട്ടില്ലെങ്കിൽ ഞാൻ നാട്ടിൽ കൂടെ പോകാറുണ്ട്. പോയാലും ആർക്കും പ്രശ്നങ്ങളില്ല. ഇപ്പോഴാണ് ഒരു ട്രാൻസ് എന്നുള്ളൊരു പേര് അവർക്ക് വന്ന് പണ്ട് അവർക്ക് അത് അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ വേഷം മാറി നടക്കുവോ, പിടിച്ചു പറിക്ക് നടക്കുവോ, അങ്ങനത്തെ ആൾക്കാരെന്ന് കാഴ്ചപ്പാടായിരുന്നു. അതെല്ലാം മാറി. എന്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് ഏത് കാര്യം സൂചിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു മൈൻഡ് എനിക്ക് ഉണ്ട് എന്നുള്ളത് അവന്റെ അടുത്ത് പറഞ്ഞു. ഉണ്ട്, അവർക്ക് ഗൾഫിലേക്കാണ്. പക്ഷെ അത് കമ്പനി ഒന്നുമില്ല. കാരണം വീട്ടുകാരെ നമ്മള് അവനെ എന്റെ കാരണത്തല്ല വീട്ടുകാരെ അവനെ വെറുപ്പിക്കാറുതല്ലോ. ഫ്രണ്ട്സ് നമ്മൾ ഇത് പറയുമ്പോ തന്നെ ഒരുവിധം നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് ഒക്കെ കുറെ പേരുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇഷ്ടംപോലെ പേര്. അപ്പം നിൽക്കുന്ന കുറച്ച് പേര് ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒന്ന് സോജൻ, അവനെ അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ പരിചയപ്പെട്ട് ഇപ്പൊ 6-7 കൊല്ലം എന്താണ്ടായി ഉണ്ട്. അങ്ങനെ കുറെ പേരുണ്ട്.
ഓക്കെ. ഇപ്പോ ചേച്ചിയുടെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണെന്ന് പറഞ്ഞു. ഒരു പക്ഷേ അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ ചേർത്ത് പിടിക്കുമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള നിമിഷം ഉണ്ടായോ? തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കും തോന്നിയിട്ടുണ്ട്. അമ്മയില്ലാത്തതിന്റെ ഒരു ഇത് ഉണ്ടെങ്കിൽ നമ്മൾ അമ്മയെടുത്തായിരിക്കും ആദ്യം പറയാൻ. വലിമിച്ചിയുടെ വീട്ടിലാണെങ്കിലും അവർക്ക് പറയുമ്പോ എനിക്കൊരു പേടിയാണ്. മീൻസ് കുറച്ച് പ്രശ്നമാവും. എന്നാലും ചേച്ചിമാരുടെ അടുത്ത് ഷെയർ ചെയ്യും. പക്ഷെ നമ്മൾ അമ്മയുണ്ടെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കുക. അതെ, അമ്മയുടെ ചോരയല്ലേ എന്നുള്ളൊരു ഇത് വരും. അതെ. അപ്പൊ ആ വല്യമ്മച്ചിമാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരെങ്ങനെയായിരുന്നു? അവരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാരല്ലല്ലോ, പഴയ ചിന്താഗതിയല്ലേ. എന്താ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആദ്യം പറഞ്ഞു ഞാൻ അങ്ങനൊന്നും ആവണ്ട, നിന്റെ കിഡ്നി ഒക്കെ അടിച്ചുകൊണ്ട് പോകാൻ അവര്, അല്ലാതെ എനിക്ക് അങ്ങനൊന്നും ഇല്ല, നീ ഇവിടെ ആൺകുട്ടിയായിട്ടല്ലേ വളർന്നു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് എന്റേതായ കാര്യങ്ങൾ. അവര് എപ്പോഴും തർക്കമായിരുന്നു. ഇല്ല, നീ ഹോസ്പിറ്റലിലേക്ക് പോയി സർജറി ഒക്കെ ചെയ്യുമ്പോൾ നിന്റെ ഒരു അവയവങ്ങൾ എടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഞാൻ പിന്നെ പറഞ്ഞു ഇല്ല, അങ്ങനൊന്നുമല്ല, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചു, ഞാൻ ചേച്ചിമാരുടെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരിത്രയും നാൾ എന്നെ വളർത്തിയതുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ച് കളയാലും അവർക്ക് തോന്നില്ല. 1.5 വയസ്സ് എന്തായാലും കൊണ്ടുവന്ന് വളർത്തി ഇത്ര ആക്കിയതല്ലേ. അതുകൊണ്ട് പറഞ്ഞു എന്തായാലും നീ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴേ വരത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് ലോക്കായതാ. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല ഇപ്പോഴേ, ഞാൻ പിന്നെ ഒരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പോയി കുറച്ച് ആളൊക്കെ കഴിഞ്ഞ് ഞാൻ പെണ്ണായിട്ട് തന്നെ ചെന്ന് കയറിയത്. ഫസ്റ്റ് എനിക്ക് ആദ്യമേ പേടിയായിരുന്നു. നാട്ടുകാര് നമ്മള് വരണമെന്ന് ഇതുമില്ല, നാട്ടുകാരുണ്ട്, വീട്ടുകാർ. പക്ഷെ നാട്ടുകാരെ എനിക്ക് സപ്പോർട്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതായിരുന്നു. ഞങ്ങളുടെ നാട്ടുകാര് ശക്തിയുള്ളവരെയാണ് എന്റെ നാട്, കൊല്ലം. ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞ പോലെ ഇതേപോലെ നല്ല സപ്പോർട്ടാണ്. ഞാൻ വീട്ടിൽ ഫസ്റ്റ് വന്നു, അച്ഛൻ്റെ അമ്മയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരുന്നു, സംസാരിച്ചു. അന്ന് തന്നെ അമ്മ വലിയച്ചില്ലേ അലമാരിക്കകത്തുനിന്ന് ഒരു ഡസൻ സാരി എടുത്ത് തന്നിട്ട് പറഞ്ഞു എന്നിട്ട് നീ കൊണ്ടുപോകും. ആരും കൊതിക്കുന്ന ഒരു നിമിഷമാണ് സത്യം. അത് ഭയങ്കര എന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ അമ്മ എടുത്ത കുറെ സാരികൾ ഇങ്ങനെ എടുത്തിട്ട് തന്നിട്ട് പറഞ്ഞു ഇന്ന ഇതല്ലോ നീ കൊണ്ടുപോകും, അടുത്തോട്ട് വരുമ്പോ വേറെ കുറച്ച് തരാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ആ നിമിഷം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് ആനന്ദ കണ്ണീര്? സത്യ നല്ല ഇതായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. വീട്ടിൽ വന്നാലും ചിലപ്പോ വഴക്ക് പറച്ചിലും അത് പറഞ്ഞു, ഒന്നെങ്കിൽ ചിലപ്പോ എന്നെ അവിടെ പിടിച്ചു നിർത്തി അങ്ങനെ ആക്കും. അങ്ങനെയൊക്കെയാ 100 കൂട്ടം കാര്യങ്ങളായിട്ടായിരിക്കും ചെന്ന് കയറിയത്. ചെന്ന് കയറുമ്പോഴത്തേക്ക് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ ഇരുത്തി, അലമാരിന്ന് അത്രയും ഡ്രസ്സും സാരിയും എല്ലാം എടുത്തിട്ട് പറഞ്ഞു നല്ല രീതിയിൽ നടക്കണം, എണ്ണയൊക്കെ തേച്ച് മുടി വളർത്തണം. അത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഇതൊക്കെ പറയുമ്പോ ഇവിടെ ഒരാള് അങ്ങനെയെങ്കിലും ഒന്ന് അല്ലേ. ഞാൻ പോയിട്ടുണ്ടോ വെച്ചാൽ ഫസ്റ്റ് ടൈം പോകുന്ന നാട്ടില് എന്നെ വിളിച്ചിട്ട് പോകുന്ന ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന്, അത് ഞാൻ പോയിട്ടുണ്ട് ഫസ്റ്റ് ടൈം. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കല്യാണം ഉണ്ട്, നീ വരണം. ശരി ഞാൻ വരാന്ന്. അന്ന് പോയിട്ട് ഞാൻ നിന്നില്ല, ജസ്റ്റ് പോയി ഫുഡ് കഴിച്ചിട്ട് വേഗം പോയി കണ്ടിട്ട് വേഗം പോന്നു. അന്ന് ആകെ നാട്ടിൽ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ആയിട്ട് ഒരു ഫംഗ്ഷനായിട്ട് പോകുന്നത് ഞാൻ ആ കല്യാണത്തിന് വേണ്ടിയിട്ട്. അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു, എല്ലാരും കണ്ടു. പിന്നെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഫാമിലി ഉണ്ട്, അതായത് അമ്മയുടെ ഏട്ടന്മാരും ഒക്കെ ഉണ്ട്. ആ ഏട്ടന്മാരെ ഭാര്യമാരും മക്കളൊക്കെ എന്നെ അപ്സെറ്റ് ഇടാം. അതായത് അവർക്ക് എന്നെ ഇപ്പോഴും ഇങ്ങനെ ആയാലും അവർക്ക് ഓക്കെയാണ്. പക്ഷെ എൻ്റെ ഉമ്മയുടെ പ്രശ്നം കൊണ്ട് അവരെന്നെ ആ ഭാഗത്ത് കടുപ്പിക്കത്തില്ല. കാരണം എൻ്റെ ഉമ്മാന്റെ പ്രശ്നം പറഞ്ഞാൽ ഒന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആർക്ക് പിടിക്കാൻ നിർത്താൻ പറ്റില്ല. അത് ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്യും. അതുപോലത്തെ സ്വഭാവം ആയതുകൊണ്ട് വീട്ടില് പരിസരത്ത് എന്നെ ഞാൻ വന്നു എന്നറിഞ്ഞാൽ അവരെടുത്ത് പോയി വഴക്കിടും. അതുകൊണ്ട് അവർക്ക് എന്നെ വിളിക്കാൻ പേടിയാ, മിണ്ടാനോ അല്ലെങ്കിൽ ഒന്ന് വരാൻ പറയാനോ. അവർക്ക് എപ്പോഴും നാട്ടിൽ പോകുമ്പോ ഞാൻ ജസ്റ്റ് അവരെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് പോയി കാണുന്ന ആളാ ഞാൻ. ഏട്ടന്മാരുണ്ട്, അത് ഉമ്മാന്റെ ഏട്ടന്റെ മക്കളുണ്ട്. അവർക്കൊക്കെ എന്നെ ഭയങ്കര ഇപ്പോഴും ഈ ഒരു ഇതിലാണ് അവർക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ കാണുന്നത്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഞാൻ പോകുന്ന നാട്ടിലെ ഒരു കല്യാണത്തിന് മാത്രം, പിന്നെ ഞാൻ അധികം പോയിട്ടേ ഇല്ല. എപ്പോഴും പോകും ജസ്റ്റ് അതിലേക്ക് കാണാൻ വേണ്ടി. നാട് എപ്പോഴേലൊക്കെ ഒന്ന് പോയി കാണണ്ടേ. ഞാൻ ഇവളോട് ഇടയ്ക്ക് പറയും നമുക്ക് എന്റെ നാട്ടിലൊന്ന് പോയിട്ട് വരാം. ഞാൻ പറയാറില്ല നാട്ടിലെല്ലായിടത്തും കൂടെ ഒന്ന് കറങ്ങിട്ട് വരാം. വീട്ടിൽ പോകത്തില്ല, വീട്ടിൽ പോകാൻ പേടിയാ. ഇപ്പൊ നിങ്ങളെ കാണുമ്പോ പലരും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ചിന്തിക്കുന്നതല്ല പലരും പറയുന്ന ഒരു കാര്യമാണ് രാത്രി സമയങ്ങളിൽ മറ്റു വർക്കുകൾക്ക് പോകുന്ന കാര്യം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അനുഭവങ്ങൾ? പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. അന്ന് ആ ഒരു അവസ്ഥ നമുക്ക് വരുന്നത് എന്താന്ന് വെച്ചാ നമുക്ക് വേറെ കൊണ്ടുതരാനില്ല. ഒരു ജോലിക്ക് പോയ ജോലി തട്ടില്ല, ഒന്നുമില്ല.
വീട് വാടക കൊടുക്കണം, ഫുഡ് കാണിച്ചു പോകണം, ഹോർമോൺ എടുക്കണം, സർജറിക്കുള്ള പൈസ ഒപ്പിക്കണം. ഉണ്ടാക്കണം. ഇതൊന്നും ഇപ്പൊ മറ്റുള്ളവര് നമുക്ക് തരില്ല. തരത്തില്ല. അതുപോലെ അത് നമ്മുടെ സിറ്റുവേഷൻ കൊണ്ട് പോവാ. പോകുന്നു എന്ന് പറയുന്നു എല്ലാരും. അത് എന്തുകൊണ്ട് പോകുന്നെന്ന് ആരും ചിന്തിക്കുന്നില്ല. നമ്മളിപ്പോ റോഡിൽ പോയി നിൽക്കുന്നു. ഞാൻ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാ, നമ്മള് റോഡിൽ പോയി നിൽക്കുന്നു, ഒരു ദിവസം നിൽക്കും, 2 ദിവസം നിൽക്കും, അവിടെ ആൾക്കാർ വരുന്നുണ്ടാകണോ? നമ്മളിപ്പോ ഒരു മെയിൻ മാർക്കറ്റിൽ പോയി ഒരാള് മീൻ കച്ചവടത്തിന് പോയി നിൽക്കുക, മീൻ ഇന്ന് വിറ്റ് അപ്പൊ നാളെയും പോകാം. ഇപ്പൊ ഇന്ന് പോയിട്ട് ഒന്നും വിറ്റില്ല, നാളെയും പോയിട്ട് വിൽക്കുന്നില്ല, 3-ന്റെ അന്ന് വിൽക്കുന്നില്ല. അവര് പോവോ തിരിച്ച്? സെക്സ് വർക്കിന് നിൽക്കുന്നവര് ആദ്യത്തെ ദിവസം നിന്ന്, ഈ പറയുന്നവരാരും വന്നില്ലെങ്കിൽ 2ാമത്തെ ദിവസം നിൽക്കും, അവര് വരുന്നില്ല, പിന്നെ നിൽക്കുവോ? ഇല്ല. അപ്പൊ സെക്സ് വർക്കിന് ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവരുടെ അടുത്ത് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ഇതേ ആൾക്കാർ സമയത്ത് വന്നിട്ട് നിങ്ങളെ പറ്റി കുറ്റം പറയും. നമ്മുടെ അടുത്ത് വന്ന് പകല് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും കാണിക്കുന്ന ആൾക്കാര് രാത്രി വന്നിട്ട് ഭയങ്കര സ്നേഹമായിരിക്കും, ചക്കര തേങ്ങ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാര് രാവിലെ നമ്മളെ കണ്ട ഭാവം നടിക്കത്തില്ലല്ലോ. അതാ അപ്പുറത്ത് പോയിട്ട് നമ്മളെ പറ്റി കുറ്റവും പറയുന്നത് ഇവര് തന്നെയായിരിക്കും കുറ്റവും പറയണത്. അതാ പറഞ്ഞ, ആരും ചിന്തിക്കുന്നില്ല സെക്സ് വർക്കിന്. എല്ലാരും പറയുന്നത് സെക്സ് വർക്കിന് ഇറങ്ങുന്നു, സെക്സ് വർക്ക് എന്തുകൊണ്ട് ഇറങ്ങുന്നു? നമുക്ക് ഇപ്പൊ എല്ലാവരും പറയുന്നത് ട്രാൻസിന് ജോലിയുണ്ട്. എവിടെ ഉണ്ട്? നോർമൽ ആയിട്ട് എവിടെ കിട്ടുന്നുണ്ട്? അംഗീകാരമുണ്ട്, അംഗീകാരം എവിടെയില്ല. ജസ്റ്റ് ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ചെറിയ ചെറിയ കടകളിൽ പോയി ചോദിച്ചാൽ ട്രാൻസ് ആണെന്ന് പറഞ്ഞാൽ കിട്ടില്ല ജോലി. ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്, കിട്ടില്ല ജോലി. നമ്മുടെ ഐഡന്റിറ്റിയിൽ ജോലി അങ്ങനെയില്ല. അതൊക്കെ കൊണ്ട് നമുക്ക് വീട് വാടക കൊടുക്കണം, ഇത് ഡ്രസ്സ്, ഹോർമോൺ, ഇതെല്ലാം ചെലവുണ്ട്, സർജറി ഫണ്ട്. നമ്മളൊരു വീടിന് പോയി കഴിഞ്ഞപ്പോ നോർമൽ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വീട് പോയാൽ 5000 ആയിരിക്കും ആളുകൾ, നമ്മൾ ചെല്ലുമ്പോ അത് 10,000 ആവും. അപ്പോഴോ നമ്മൾ കൊടുത്ത് നിന്നേ പറ്റത്തുള്ളൂ, നമുക്ക് അത്രയും കൊടുത്ത് നിന്നേ പറ്റത്തുള്ളൂ. എന്നാൽ ഇത് തരാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അതിന് നമ്മൾ ഇതിന് പോയി കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങളാണ്. നമ്മൾ പോകുന്ന എന്തിനാ? നമുക്ക് നിൽക്കാൻ ഒരിടം, ഒരാളെ മുന്നിൽ കൈ നീട്ടാൻ, നമുക്ക് നമ്മളെ കാര്യം പറഞ്ഞല്ലോ. ജോലി ആർക്കും കൂടെ ഇപ്പൊ മെട്രോയില് ജോലി ഉണ്ട്, എല്ലാം ഉണ്ട്, ശമ്പളം കുറവാണ്. ഈ ഫുഡ് പിന്നെ വാടക ഇതെല്ലാം ആയി വരുമ്പോഴേക്ക് ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്തെടുത്ത് വെക്കാൻ പറ്റും? ആ ആൾക്കാർ ഇപ്പൊ അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും സൈഡില് ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്, എല്ലാ ഫീൽഡിലും നിൽക്കുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ പുറമെ ആ ജോലി ഉണ്ടെങ്കിലും അപ്പുറത്ത് വേറെ കാര്യങ്ങൾ ഇല്ലാണ്ട് പറ്റത്തില്ല. കാരണം ഒരു ജോലി കൊണ്ട് നമുക്ക് പോട്ടെ ഒരു ദിവസം മാസം ഒരു 30 രൂപ ഇത്ര കിട്ടിയാലും നമുക്ക് ഏകദേശം നിന്ന് പോവാം. അത്ര എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ് ആയതുകൊണ്ട് നമുക്ക് ഒരു വീട് വാടക കൊടുക്കണമെങ്കിൽ നിങ്ങളെക്കാട്ട് നോർമൽ ആൾക്കാരുടെ 2 ഇരട്ടിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. ഇപ്പൊ മാസം 30,000 രൂപ 40,000 രൂപ വാടക കൊടുത്തിട്ട് നിൽക്കുന്നത്. അതെയോ? അത്രയും വാടകയാണ്. ഇപ്പൊ 10 രൂപ കൊടുക്കുന്ന വീട് ഞങ്ങൾ വരുമ്പോ 15,000. നിങ്ങൾക്ക് ശമ്പളം അത് ഇത് ഇത്രയൊക്കെ എന്തിനാ? നമുക്ക് ഹോർമോൺ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇതിനെല്ലാം പൈസ. നോർമലി ആൾക്കാർ ആണെങ്കിൽ അധികം വീട്ടിൽ നിൽക്കുന്നു ഡ്രസ്. നമുക്ക് ഈ ട്രീറ്റ്മെന്റിന് തന്നെ മാസം പൈസ നല്ല രീതി. എത്ര രൂപയായിരിക്കും? ഹോർമോണിനൊക്കെ 10,000-2,500 രൂപ, ലേസറിന് 3,000, അങ്ങനെയൊക്കെ ഓരോ ട്രീറ്റ്മെന്റിന് ഓരോ മെഡിസിൻ അങ്ങനെ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആദ്യമായിട്ട് ഉണ്ടായ ആ ഒരു മൊമെന്റ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു സാഹചര്യം എത്ര നീറിയിട്ടായിരിക്കും? തീർച്ചയായും നമുക്ക് അല്ല, നമുക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഇറങ്ങരുത് എന്ന് ഒരു ആഗ്രഹിച്ച സാഹചര്യം കൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതേപോലത്തെ ഒരു ഇത് വേറെ ഇല്ല. ഫസ്റ്റ് ടൈം ഒക്കെ ഇറങ്ങുന്ന സമയത്ത് എന്തോ ഒരാൾക്കാരുടെ കിട്ടിയാണ് അടി ഇടി. റോഡിൽ എല്ലാരും പറഞ്ഞ റോഡിൽ നിൽക്കുന്നു ഭയങ്കര കാശ് ഉണ്ടാക്കുന്ന, പക്ഷെ റോഡിൽ 9 രാവിലെ വരെയൊക്കെ നിൽക്കുന്ന ആൾക്കാര് പണ്ടൊക്കെ നിൽക്കുന്നു. എത്ര ആൾക്കാർ അടി ഇടി അല്ലെങ്കിൽ കുത്തും കണ്ടിട്ട് എത്ര വർഷങ്ങളോളം നിന്നാ അറിയോ? നല്ല കഷ്ടപ്പാട് കാണുന്നവർക്ക് ചിലപ്പോ ഇതായിരിക്കാം. കുപ്പി ഇപ്പൊ അവന്മാരൊക്കെ കാറി പോകണമെങ്കിൽ നോർമലി പൊട്ടിത്തെറിച്ച് നമ്മുടെ നിൽക്കുന്നു സെക്സ് വർക്ക്. അവന്മാർക്ക് അതിനോട് ഇഷ്ടം കൊണ്ട് നിൽക്കുന്നത്. നമ്മൾ അവിടെ അവിടെ നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല. കള്ളുകുടിയന്മാര് അല്ലാത്തത് ഇത് അടി ഇടി എന്തൊക്കെ. അവിടുന്ന് കേറി വീട്ടിൽ വരുമ്പോഴേക്ക് നമ്മളെ നെഞ്ചിൽ തീയാ. എവിടുന്ന് അടി വരുന്നത്, എവിടെ കല്ല് വരുന്നത്, എവിടുന്ന് കത്തി വരുന്ന അറിയത്തില്ല. എല്ലാരും പറയുന്നത് സെക്സ് വർക്കിന് ട്രാൻസ് എന്ന് കേൾക്കുമ്പോഴേ ആദ്യം ചിന്താഗതി അതിന് നടക്കുന്നു എന്ന്. അത് പിന്നെ പയ്യെ കൊണ്ട് മാറും. തീർച്ചയായിട്ടും ആ ഒരു ലേബിൾ മാറും എന്ന് വിചാരിച്ചാൽ ആദ്യമേയൊക്കെ എന്ന് വിചാരിച്ചാൽ ഇതേക്ക് ജോലി ആയാലും ഓരോ ഇത് പഠിക്കാനും ഒന്നും നമുക്ക് ഇതില്ല. ഇപ്പൊ ഒരുപാട് മാറില്ലേ. ഇനി അത് മാറും എന്ന് വിചാരിച്ചാൽ എല്ലാ മേഖലകളിലും ട്രാൻസിന്റെ കൈ പതിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എല്ലാ മേഖല. അതേപോലെ ഇനി കൂടി വരുമ്പോ എല്ലാരും ഡോക്ടർമാരുണ്ട്,
ഇനി എന്തായാലും അത് മാറും. ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ജാസിയാണ്. ജാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. ശരിക്കും ജാസി ഈ ഇതേപോലെ ഹോർമോണും കാര്യങ്ങളും ഒക്കെ എടുത്ത് സെറ്റായി ജാസി കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല, സാഹചര്യമാണ്. ഞാൻ കുറ്റം ഒരിക്കലും ജാസി പറയത്തില്ല. ഞാൻ വലിയ ഫാനാണ് ജാസിനെ. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതും ഞങ്ങൾ പോലെ ടി ജി കാർഡ് എല്ലായിടത്തും ഒരു ട്രാൻസ്ഫോർമായിട്ട് മാറിയാണ്. സർജറി കഴിഞ്ഞു. ആ സർജറിയുടെ പേരിൽ എന്തൊക്കെയോ വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞ് ഒരു വലിയൊരു കോൺട്രവേഴ്സി ഒക്കെ വൈറൽ വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, വൈറൽ വീഡിയോയില് അതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഗർഭിണിയായിട്ടാണ്. അങ്ങനെയുണ്ട്. അത് ഓരോരുത്തരുടെ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത്. അല്ല ഇപ്പൊ ജാസിയെ പറ്റി പറയാൻ വേറെ ഒന്നുമില്ല. ഇപ്പൊ എത്രയോ പേരുണ്ട് അതേപോലെ ഇത്ര വയസ്സ് കഴിഞ്ഞ് വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയാണ് കൂടുതലും ജാസി അങ്ങനെ ആയിപ്പോയത്. വീട്ടില് നമ്മള് മാക്സിമം വീട്ടിലെ വെറുപ്പിക്കാതെ വീട്ടുകാരെ സേവ് ചെയ്ത് നോക്കുന്നു. എത്രയോ പേര് ഇപ്പോഴും കമ്മ്യൂണിറ്റി ഇത്ര പേര് വീട്ടില് സേവ് ചെയ്ത് ഐഡന്റിറ്റി പറയാതെ നിൽക്കുന്നവരുണ്ട്. ചിലവർ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളവര് കാണും. അപ്പൊ അമ്മയെ ഇതാക്കണ്ട, അതൊക്കെ കൊണ്ടാണ്. അല്ലാതെ ജാസി കാണിച്ചില്ല എന്ത് തെറ്റാണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് തോന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ഒരു കല്യാണം കഴിച്ചത് അത് വീട്ടിലെ നിർബന്ധം അങ്ങനത്തെ ഒരു ഇത് കൊണ്ടായിരിക്കും. അത്രയും വേദന സത്യം എത്രയോ ആൾക്കാരുണ്ട് കല്യാണം കഴിഞ്ഞവര്. ഞാൻ ആണായിട്ടിരുന്ന സമയത്ത് എല്ലാരും ചോദിക്കും സിറ്റുവേഷൻ ആ സമയത്ത് അവിടെ ആ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം. വീട്ടുകാരെ സന്തോഷിക്കാൻ വീട്ടുകാർക്കും വേണ്ടിയല്ല ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ആൾക്കാർ പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വെച്ചിട്ട് നമ്മൾ പറയേണ്ട ആവശ്യങ്ങളില്ലല്ലോ. അവരവരുടെ രീതിക്ക് മാറി. കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങുന്നില്ല. എന്റെ ഐഡന്റിറ്റി എന്നിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച ഒരു വ്യക്തിയാണ്. എന്റെ ഐഡന്റിറ്റി എന്നിൽ തന്നെ ഇരിക്കട്ടെ, വീട്ടുകാര് വെറുപ്പിക്കണ്ട, അത് വലിയ പ്രശ്നം. എനിക്ക് ഇഷ്ടം പറഞ്ഞ് കുറെ പെൺപിള്ളേരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്നോട് ഇഷ്ടം പറഞ്ഞു. ഞാൻ പറഞ്ഞു ആദ്യമൊക്കെ എനിക്ക് വേണ്ട, പിന്നെ വീട്ടുകാരെ വെറുപ്പിക്കണ്ട, കെട്ടി ജീവിക്കാം, വീട്ടുകാർ ഭയങ്കര ഇതായപ്പോ ഞാൻ ചുമ്മാ ഒരു ഇതിൽ പ്രേമിക്കാം എന്നും പറഞ്ഞു. അങ്ങനെ ചുമ്മാ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നമ്മളുടെ ഇഷ്ടം കൊണ്ട് ഒരിക്കലും ഓരോ പെണ്ണിനെ നമ്മൾ പ്രേമിക്കത്തതോ കെട്ടത്തതോ ഒന്നുമില്ല. ആ ഒരു ഇതേ വരത്തില്ല. ആ പെണ്ണെ വിചാരിച്ചു ഇത്രയൊക്കെ ആയി, എനിക്ക് വേണ്ട, ഒരു പെങ്കൊച്ചിന്റെ ജീവിതം ഞാനായിട്ട് കളയണ്ട, ഇനി ഐഡന്റിറ്റി ഉറപ്പോടെ പറയാം, എന്ത് വന്നാലും പറയാം. അങ്ങനെ ചിലപ്പോ അത് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് കെട്ടിപ്പോകുന്നത്. മാതാപിതാക്കളുടെ സിറ്റുവേഷനിലാണ് അങ്ങനെ കെട്ടിപ്പോകുന്നത്. അല്ലാതെ അവരെ കുറ്റം പറയാൻ നമുക്ക് ഒട്ടും പറ്റില്ല. ഇപ്പൊ ചേച്ചി ആ കുട്ടിയുടെ അടുത്ത് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഐഡന്റിറ്റി വെളിപ്പെടുത്തിയപ്പോ എന്തായിരുന്നു റിയാക്ഷൻ ഉണ്ടായിരുന്നത്? അവർക്ക് മനസ്സിലായി നോർമലി കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അവക്ക് വേറെന്തോ അഫെയറും കൂടെ ഉണ്ടായിരുന്നു. അതായിരുന്നു കിട്ടില്ല, അങ്ങനെ അഫെയർ കൂടെ ആയിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു സന്തോഷം, ഇപ്പോഴെങ്കിലും നീ പറഞ്ഞല്ലോ. അതെ, ഇപ്പൊ എങ്ങനെയാ, സിംഗിൾ ആണോ അതോ റെഡി ടു മിംഗിൾ ആണോ? ഇന്റർവ്യൂല് ഒരു പേര് പറഞ്ഞു തന്നെ എനിക്ക് അഖിൽ എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ടായിരുന്നു. 3 കൊല്ലമായിട്ട് ഞാൻ ആണായിട്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഫ്രണ്ടായിരുന്നു, എന്റെ ഫ്രണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റിലേഷൻ 3 കൊല്ലമായി. അദ്ദേഹത്തിന് പോയി. പിന്നെ ഇടയ്ക്ക് വെച്ച് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് ബ്രേക്കപ്പായി. അത് ബ്രേക്കപ്പായി കുറച്ചാളായി. ഞങ്ങൾ അന്ന് ഇന്റർവ്യൂ പറഞ്ഞപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഉടക്കിലായിരുന്നു. പിന്നെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി. പുള്ളിക്കാരനും ഇപ്പം 3 വർഷത്തെ നീണ്ടത് ബ്രേക്കപ്പ് ചെയ്ത് ബ്രേക്കപ്പായി. ഒന്നുമില്ല, ഞാനായിട്ട് പറഞ്ഞു വിചാരിച്ചാൽ നമ്മളെ അംഗീകരിച്ച് നമ്മളെ മനസ്സിലാക്കാനാണ് നമുക്കൊരു പാർട്ണർ. നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കാനാണ് നമുക്കൊരു പാർട്ണറിനെ വേണ്ടത്. അല്ലാതെ നമ്മളെ മനസ്സിലാക്കാതെ മറ്റുള്ളവർ പറഞ്ഞിട്ട് നമ്മുടെ മിക്കിട്ട് കയറി അതിനോട് അല്ല. നമുക്ക് നമ്മൾ ഒരാള് എന്തിനാ പാർട്ണർ പറയുന്നത്? നമ്മുടെ സങ്കടങ്ങളും ഇതെല്ലാം കേൾക്കാനും നമ്മളെ അങ്ങനെ കുറെ പ്രശ്നങ്ങളായി. ഒരു 6 മാസം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഗ്യാപ്പും ഇതൊക്കെ ആയിട്ട് പോയ കല്യാണമൊക്കെ ഉറപ്പിച്ചായിരുന്നു. എന്നിട്ട് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബ്രേക്കപ്പ് ആയി. അഡ്ജസ്റ്റ്മെന്റിൽ പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്തിനും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ ഒരു റിലേഷനിൽ പോകേണ്ട ആവശ്യം ഇല്ലെങ്കിൽ ഇല്ല, നല്ലതായിട്ട് നീങ്ങണം. അതുകൊണ്ട് അത് ബ്രേക്കപ്പായി, അതങ്ങനെ പോയി. ഇപ്പോഴോ കറന്റ് സിറ്റുവേഷൻ എന്താന്ന് എനിക്ക് അറിയേണ്ടത്. കറന്റ് പ്രണയം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് വിചാരിച്ചാ അത് നോർമലി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൻ കെട്ടാൻ പറ്റില്ല എന്ന് അവൻ നോർമലി പറഞ്ഞു. അവന് ഫാമിലി പരമായിട്ട് നിൽക്കുന്നതാണ്, കല്യാണം ഒന്നും കഴിക്കാൻ പറ്റില്ല. വേണ്ട, പ്രേമിച്ചാൽ മതി,
പ്രേമം മതി, നമുക്ക് സ്നേഹം, നമ്മളെ കേട്ടിരിക്കാനും ഇതിനും. ഒരിക്കലും സ്വന്തമാവില്ല എന്നറിഞ്ഞിട്ട് ഒരാളെ പ്രണയിക്കണമെങ്കിൽ അത് ഭയങ്കര പ്രണയമായിരിക്കും. അവിടെ ഞാനിപ്പോ ഹാപ്പിയാണ്, എന്നെ മനസ്സിലാക്കുന്നുണ്ട്, എന്റെ സന്തോഷം എല്ലാം കൂടെ ഉണ്ട്. എനിക്ക് 3 റിലേഷൻ മുമ്പാണ്, ആണായിട്ടിരുന്നപ്പോഴും അല്ലാതെ ഒക്കെ. ഇവരിൽ നിന്നൊന്നും കിട്ടാത്തത് അവരിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു കെയറിങ്ങും സത്യം എന്ന് വെച്ചാൽ ഈ ബാക്കി ഉള്ളവരെല്ലാം കെട്ടും എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് നടന്നത്. അവര് കെട്ടാനല്ലായിരുന്നു, അവരുടെ ഉദ്ദേശം കെട്ടലല്ല. അതെനിക്ക് മനസ്സിലായി. ഇവൻ സത്യത്തിൽ ഇപ്പോഴാണ് ഞാൻ എന്താണ് പ്രണയം, പൈങ്കിളി പ്രണയം എന്താണെന്ന് അവൾക്ക് ആ സത്യം ഞാൻ എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞില്ല, അതിന് വരെ അവനാണ് സർപ്രൈസ് ഒക്കെ തന്നായിരുന്നോ? ഉണ്ടായിരുന്നു. ഭയങ്കരമായിരുന്നു. അതെല്ലേ? അതാ ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് അവൻ കാരണമാണ് ഞാൻ ഇത്ര ഹാപ്പി. അതെ, ഇപ്പൊ ഒരാള് ലൈഫിൽ ഉണ്ടാവാന്ന് പറയുന്നത്, അങ്ങനെ ഒരാൾ ഉണ്ടാവാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അല്ലേ? തീർച്ചയായും. ഓക്കെ, എങ്ങനെയാ ചേച്ചിയുടെ കാര്യം എങ്ങനെയാ? എനിക്ക് റിലേഷനൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. അതിലെ വഴിക്ക് പോയി ഒരാളുണ്ട്, പറയത്തില്ല ഇപ്പൊ ഒന്നും ഞാൻ പറയത്തില്ല. ആളുണ്ട്. ഇപ്പൊ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യമാണ് നമ്മള് ഒരാളെ നോക്കി അവരതിൽ സന്തോഷത്തോടെ നിൽക്കുക എന്ന് പറയുന്നത്. അതിപ്പോ ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം എന്റെ കാര്യങ്ങള് ഇപ്പൊ 1 മാസമായിട്ട് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് തന്നെയാണ്. വീട് വാടക ഇല്ല, എന്റെ ഒരു കാര്യം പോലും, ചെറിയ കാര്യം പോലും അവനാ നോക്കുന്നത്. ഞാൻ ഒരു ജോലിക്കും പോകുന്നില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്, ഒരു കാര്യം ചെയ്യുന്നില്ല. അവൻ തന്നെയാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ട്രാൻസ്മെൻ ആണ് പറയാ, ട്രാൻസ്മെൻ ആണ് അവൻ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ അടുത്തെങ്ങാനും ഒരു കല്യാണം കൂടാനുള്ള ചാൻസ് ഉണ്ടോ? അതൊക്കെയല്ലേ. അപ്പൊ പുള്ളിയുടെ വീട്ടിൽ എങ്ങനെയാണ്? അവന് വീട്ടുകാരൊന്നുമില്ല, അങ്ങനെ ഒറ്റക്കായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഒരുമിച്ചാണോ ഇപ്പൊ? അല്ല ജോലി ജോലി ചെയ്തോ തിരുവനന്തപുരമാണ്. ഇവിടെയൊന്നുമില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരും. ഇടയ്ക്കിടയ്ക്ക് വരും. ലീവുള്ള സമയത്ത് ലീവ് കിട്ടാറില്ല. അവർക്ക് തന്നെ വേറെ കുറെ ജോലികൾ അപ്പുറം ഒരു ജോലി മാത്രമല്ല, വേറെ 2 ജോലികളൊക്കെ ഒരുമിച്ചാണ് ഒരു മാസം കൂടത്തില് ചെയ്ത് തീർക്കുന്നത്. അതുകൊണ്ട് എപ്പോഴൊന്നും വരാൻ ലീവും കാര്യങ്ങളൊന്നും കിട്ടില്ല. ആകെ ഒരു മാസത്തിൽ 2-3 ലീവേ ഉള്ളൂ. എത്ര നാളെ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട്? ഇപ്പൊ ഇവനായിട്ട് റിലേഷൻ തുടങ്ങിയിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞുള്ളൂ. അതിന് മുമ്പ് റിലേഷൻ ഉണ്ട്, അതെല്ലാം ബ്രേക്കപ്പ് ആയി, ഓരോ പ്രശ്നങ്ങളായിരുന്നു. അതൊക്കെ വലിയ തലവേദനയായിരുന്നു. അതുകൊണ്ട് റിലേഷൻ എന്ന് പറഞ്ഞ് കുറെ വരുന്നത് ഫേക്ക് ആയിരിക്കും. ഇപ്പോഴാണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു ലൈഫ് ഇപ്പഴാ. കാരണം പണ്ട് മുതലേ നമുക്ക് വീട്ടിലിരിക്കുക, നമ്മളവരെ കൊണ്ട് നോക്കുന്നു, നമ്മൾ അവരോട് സന്തോഷത്തോടെ ഇരിക്കണം, അവര് ഫുഡ് കഴിക്കുന്നത് കാണിക്കുന്നത്, ഇത്രയും സന്തോഷത്തോടെ ഞാൻ ആഗ്രഹിച്ചത്. നമുക്ക് ഒരാളെ നിന്ന് ജീവിച്ചു പോകുന്ന ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് റോട്ടിൽ പോകുന്നിട്ട് താല്പര്യമില്ലാത്ത ആളായിരുന്നു. അങ്ങനെ വേറെ ഈ പോട്ടെ, എനിക്ക് വേറെ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ പോകും. അതായത് ഒരു കടകളിലോ ഇതിലോ നമ്മൾ ഒരു ജോലിക്ക് ഞാൻ അന്വേഷിച്ചതാ. അത് പറഞ്ഞ് ജോലിക്ക് തരാം. പിന്നെ അവര് വേറെ ടൂണ് സംസാരിക്കാൻ തുടങ്ങി. ജോലി തരാൻ ഒരു മാനേജർ ഉണ്ട്, അവിടെ വന്ന് കണ്ടാൽ മതി, ഇന്ന സമയത്ത് വരണം, ഇന്ന സമയത്ത്. അപ്പൊ ആ സമയത്ത് എന്തിനാ, നമ്മൾ വർക്കില്ല സമയത്തല്ല നമ്മൾ അവിടെ പോകണ്ടത്, ഇന്ന സമയത്ത് അവിടെ വന്നാൽ വേണ്ട, എനിക്ക് ജോലി വേണ്ടത്. എന്തിനാ ജോലി വേണ്ട, നമുക്ക് ഇവിടെ ജോലി അന്വേഷിച്ചാൽ ഇതാണ് പ്രശ്നം. ട്രാൻസ്ഫർ ഇവിടെ പോയി ജോലി അന്വേഷിച്ചാൽ അവരാരും കണ്ടിട്ടാണ് നമ്മൾ. എന്റെ ജോലി കിട്ടിയാൽ ഞാൻ പോകും. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അവന്റെ അതിൽ തന്നെ നിന്ന് ജീവിച്ചു പോകും. കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. ഈ 1 മാസം പിന്നെ 1 മാസമായി, 1.5 മാസമായി. ഇവിടെ എടുത്ത് എല്ലാം പറയും. രണ്ടുപേരും അങ്ങോട്ടും കൂടി പറയത്തില്ല. അപ്പൊ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തര് മിസ് ചെയ്യുന്നൊക്കെ വിളിച്ചിട്ട് പറയും. അപ്പൊ ഞാന് ഇവരിങ്ങനെ പോയിട്ട് ശരിയാവത്തില്ലല്ലോ. 2 പേരോട് പാൻ ഇട്ട് 2 പേര് ഇവരെ വായിന്ന് തന്നെ അങ്ങ് പറയിപ്പിക്കുക, നടിച്ചിരുന്നു. അപ്പൊ ആ വർഷത്തിൽ അവരുടെ അങ്ങ് തീർന്നു. അങ്ങനെയാണ് ഇപ്പൊ അവളെ ഹാപ്പിയിട്ടിരിക്കുന്നത്. കാരണം അവള് ഒരു സമയത്ത് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അവളെ മുഖം കണ്ടാ മനസ്സിലാവില്ല. ആ ഒരു സമയത്ത് അവനെ കണ്ടു വന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ടായിട്ട് ഇരിക്കായിരുന്നല്ലോ ഞങ്ങളെല്ലാവരും. ആ ഫ്രണ്ടിൽ ഇരുന്ന സമയത്ത് ഇവക്കൊരു സമയത്ത് അവനടുത്ത് സംസാരിച്ച് ഇവർ 2 പേരും അങ്ങ് കൂടുതൽ അങ്ങ് സംസാരിക്കുന്നില്ല. അതിന്റെ കഥ പറയാം. പാർട്ണർ അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ 3 പേരാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഇവരുടെ പാർട്ണർ വന്നപ്പോ ഇവര് 2 പേരും മാറി അവരുടെ ഒരു ഇതുണ്ടല്ലോ, അങ്ങോട്ട് പോയി. അപ്പൊ ഞങ്ങൾ 2 പേരേ ഉള്ളു. അപ്പൊ ഇരുന്നിട്ട് ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു.
അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് ഓരോ കാര്യം എന്റെ റിലേഷന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, ഇത് കണക്കാണ് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവനും ഇത് കണക്ക് പറഞ്ഞു അവന്റെ ജീവിതത്തിൽ നടന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ പുള്ളി നോർമൽ ബോയ് ആണ്, നോർമൽ ബോയ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ് അവൻ കരഞ്ഞു നോർമലി. അത് ഭയങ്കരമായിട്ട് സങ്കടമായി, അതെനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അപ്പൊ എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ കരയുന്നു, അങ്ങനെയൊക്കെ ആയി. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കാലിപ്പോയപ്പോ എനിക്ക് സങ്കടം വന്നു. നോർമലി അങ്ങനെയാണല്ലോ, പക്ഷെ ഇഷ്ടമെന്ന് പറയാനൊരു പേടി എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആയാലും ഇവളെ അന്നത്തെ കരച്ചിലാണ് എനിക്ക് മനസ്സിലായി ഇവര് തമ്മിൽ എന്തോ ഒന്നുണ്ട്. കാരണം അത് പേടി ബ്രേക്ക്. ഇവള് കാറിന്റെ ബാക്കിൽ നിന്ന് കരയുവോ, ഈ എന്താ സംഭവം ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ കരയുന്നു, എന്താ സംഭവം അറിയത്തില്ലല്ലോ, ഇതൊന്നും അറിയണമെന്ന്. അതിന്റെ ഇടയ്ക്ക് അവൻ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, അവൾ എന്തൊക്കെയോ സങ്കടം പോലെ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ ഇരുന്ന് അങ്ങ് തീർത്തോട്ടെയാണ്. ഇപ്പൊ ഹാപ്പിയാണ്. എന്റെ മുമ്പത്തെ റിലേഷൻ ഒന്നും നോർമലി നമ്മള് റിലേഷനെ പോലെ കറങ്ങാൻ പോകലോ അങ്ങനത്തെ സംസാരം നോർമലി ലോങ് ആയിരിക്കും, ഒന്നെങ്കിൽ കാണണം വരണം അത്രേ ഉള്ളൂ, കഴിഞ്ഞു. റിലേഷന്റെ ഇത് കഴിഞ്ഞു. വിളിക്കാൻ നീ എവിടെയാ, എന്തിനാ അവിടെ നിൽക്കുന്നത്, അങ്ങനത്തെ കുറെ ഇതല്ലാതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി അങ്ങനത്തെ അല്ലാതെ പിന്നെ ഷൗട്ട് ചെയ്യാന് നീ എന്തിനാ അതിന് പോയത്, എന്തിനു മിണ്ടി, നിന്റെ ഇതിലെ കമന്റ് ബോക്സ് നീ എന്തിനാ അവനെ ഹാർട്ട്. അത് എത്ര നാളത്തെ റിലേഷൻ ആയിരുന്നു ഇത്? അഖിൽ 3 കൊല്ലം. 3 വർഷത്തെ ഞാൻ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഓക്കെ മാക്സിമം ഞാൻ അവർ പറയുന്നത് ഓക്കെ അവരുടെ ഇതിൽ അങ്ങനെയൊക്കെ. ഇത് ഓവർ ആയപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഞാൻ സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് പേര് മെൻഷൻ വരുന്നുണ്ട്, അതൊന്നും ഇടാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ പയ്യെ ചവിട്ടി ഇപ്പൊ ഇവനാവുമ്പോ സുഖം.